ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വീഡിയോ എഡിറ്റിംഗ് ഫോട്ടോ എഡിറ്റിംഗ് റിലേറ്റഡ് ആയിട്ട് 5 AI ആപ്സ് ആണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായത്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ 3 AI വെബ്സൈറ്റ്സ് ആണ്. അതായത് കിഡിലൻ, നമുക്ക് വീഡിയോ എഡിറ്റിംഗ് ആയാലും ഫോട്ടോ എഡിറ്റിംഗ് ആയാലും യൂസ് ചെയ്യാൻ പറ്റിയ കിഡിലൻ 3 AI വെബ്സൈറ്റ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ അതിൽ കുറച്ചധികം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. സോ നിങ്ങൾ എന്ത് ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, അതുപോലെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനാണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് 3 AI വെബ്സൈറ്റ്സ് ആണ് നോക്കാൻ പോകുന്നത്. സോ ഞാൻ ഫസ്റ്റത്തെ വെബ്സൈറ്റ് 3 ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഫസ്റ്റത്തെ വെബ്സൈറ്റിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ക്ലിപ്പ് ഡ്രോപ്പ് എന്ന് പറഞ്ഞ വെബ്സൈറ്റാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ ഇതിൽ കുറേ അധികം ഫീച്ചേഴ്സ് ഉണ്ട്, കുറേ അധികം എന്ന് പറഞ്ഞാൽ കുറേ അധികം. ഇതിൽ നമുക്ക് ജനറേറ്റീവ് ഫില്ല് വരുന്നുണ്ട്, അതുപോലെ ഫേസ് സ്വാപ്പ് വരുന്നുണ്ട്, അങ്ങനെ കുറേ അധികം ഫീച്ചേഴ്സ് വരുന്നുണ്ട്. സോ നമുക്കിപ്പോൾ ഫസ്റ്റ് ജനറേറ്റീവ് ഫിൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ തന്നെ നോക്കാം. നമ്മളത് ക്ലിക്ക് ചെയ്യാണ്. ജനറേറ്റീവ് ഫിൽ എടുക്കുമ്പോൾ നമുക്ക് ഇതേപോലെ ഓപ്ഷനൊക്കെ ഉണ്ടാവും. നമ്മൾ ജസ്റ്റ് ഗെറ്റ് സ്റ്റാർട്ട് കൊടുക്കുക. ഞാനിപ്പോൾ PC യിലാണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഫോണിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോണിൽ ചെയ്യാം, നിങ്ങൾക്ക് ഫോണിലും അവൈലബിൾ ആയിരിക്കും. നമ്മൾ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഗാലറി ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നിങ്ങൾക്ക് ഏതൊരു ഫോട്ടോ ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഫോട്ടോ ഒന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു ഫോട്ടോ ആണ് എടുക്കുന്നത്, ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ നിങ്ങൾക്ക് ഇതേപോലെ ആയിരിക്കും വരിക. ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഒരു ഡ്രോ ഇതേപോലെ ചെയ്ത് കൊടുക്കുക. ദെൻ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ നമ്മൾ ഇതേപോലെ ജനറേറ്റ് കൊടുക്കുന്ന സമയത്ത് നമുക്കിവിടെ ജനറേറ്റ് ആയി കിട്ടും. സോ കുറച്ച് ടൈം എടുക്കും. സോ ഞാനിപ്പോൾ ജസ്റ്റ് സണ്ണ് മാത്രം കൊടുത്തുകൊണ്ട് നമുക്ക് ഇവിടെ മുകളിലായിട്ട് ജസ്റ്റ് ഒരു സണ്ണിൻ്റെ ഒരു ചിത്രം വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അതിനനുസരിച്ച് ടൈപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും. സൺ വിത്ത് ബ്രൈറ്റ് ലൈറ്റ് അങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള റിസൾട്ട്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. സോ നമുക്ക് അടുത്തൊരു ഫീച്ചറിലേക്ക് പോവാം. നമ്മൾ ഒന്ന് ബാക്ക് വരാണ്. നമ്മൾ ബാക്ക് വരുമ്പോൾ ഇവിടെ യൂണിവേഴ്സൽ റീസൈസർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതുപോലെ ഫേസ് സ്വാപ്പ് ഉണ്ട്, അങ്ങനെ കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ചില ഫീച്ചേഴ്സൊക്കെ പെയ്ഡ് ആണ്, നമ്മൾ പൈസ കൊടുത്താൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. സോ ഇതിൽ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ഉണ്ട്, ക്ലീൻ അപ്പ് ഉണ്ട്, അതുപോലെ അൺക്രോപ്പ്, അങ്ങനെ കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട്. സോ നമുക്ക് അടുത്തത് ഈ ഒരു സംഭവം നോക്കാം. ഇത് പറഞ്ഞാൽ റീ ഇമേജ് പറഞ്ഞാണ്. അതായത് നിങ്ങളിപ്പോൾ നിങ്ങളുടെ റൂമിൻ്റെ ഒരു ഫോട്ടോ അതിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റൂമിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞു തരും. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഒരു ഇത്. സോ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു റൂമാണ് കൊടുക്കുന്നത്, ഓപ്പൺ കൊടുത്തിട്ടുണ്ട്. സോ ഓപ്പൺ കൊടുക്കുന്ന ടൈമിൽ തന്നെ നമുക്കിവിടെ ലോഡാവാൻ തുടങ്ങിയിട്ടുണ്ട് വേറെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ. സോ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. സോ നമ്മൾ 3 റിസൾട്ടും ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ നോക്കുന്ന സമയത്ത് ഇതാണ് നമുക്ക് ഫസ്റ്റ് വന്ന ആ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് രണ്ടാമത് വന്ന ഡിസൈൻ, ഇത് നമുക്ക് മൂന്നാമത് വന്ന ഡിസൈൻ. ഓക്കെ, അതായത് നമുക്കിപ്പോൾ ഏകദേശം നിങ്ങൾ അപ്ലോഡ് ചെയ്ത അതേ ഒരു കളർ പാലറ്റ് തന്നെ വ്യത്യസ്തമായ കുറച്ച് ഡിസൈൻസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ ഇവർ തന്നിട്ടുള്ളത്. നിങ്ങൾക്കിനി വേണമെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും കൂടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഇതേപോലെ ട്രൈ കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യും, വേറെ ഡിസൈൻസ് ഇവർ പ്രൊവൈഡ് ചെയ്യും. സോ നിങ്ങൾക്ക് നിങ്ങളെ റൂമൊക്കെ സ്വന്തമായിട്ട് തന്നെ ഡിസൈൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ ഒരു സംഭവം യൂസ് ചെയ്യുക. കണ്ടില്ലേ, ഇപ്പോൾ ഇതാ വേറെ ഡിസൈൻസ് അവർ കൊണ്ടുവന്നിട്ട് കണ്ടില്ലേ, ഇതേപോലെ പലതരം ഡിസൈൻസും കാര്യങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് തന്നെ കാണിച്ചു തരും. സോ നിങ്ങൾക്ക് അത് ഇവിടെ നിന്ന് തന്നെ ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനും പറ്റും. സെലക്ട് ചെയ്യുക, ഇവിടെ ഡൗൺലോഡ് HD ഉണ്ട്, സെലക്ട് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് അടുത്തൊരു ഓപ്ഷനിലേക്ക് പോകാം. അടുത്തൊരു ഓപ്ഷനിലേക്ക് പോകുന്ന സമയത്ത് നമുക്കിവിടെ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഇമേജസിൻ്റെ ഒക്കെ ബാക്ക്ഗ്രൗണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇവിടുന്ന് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ പറ്റും. ഇത് അറ്റ് എ ടൈം നമുക്ക് 10 ഇമേജ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറ്റ് എ ടൈം, അതായത് ഒറ്റ ക്ലിക്കിൽ നമുക്ക് 10 ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വരെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. നമ്മൾ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്ന സമയത്ത് ഇതാ ഡൗൺ സ്കെയിൽ കൊടുക്കുക. അതായത് നമ്മൾ വിത്തിൻ സെക്കൻഡ്സ് ഇതൊക്കെ നടക്കും. അപ്പോൾ എൻ്റെ നെറ്റിൻ്റെ റേഞ്ച് കുറച്ച് പ്രശ്നമായതുകൊണ്ടാണ്. സോ വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മളിവിടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനും പറ്റും. ഓക്കെ, സോ നിങ്ങളെ വീഡിയോസ്, പോസ്റ്റേഴ്സ് അതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള PNG ഇമേജസ് ഇനി നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാനൊക്കെ പറ്റും. സോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വെബ്സൈറ്റാണ്. ഇന്നും കുറേ അധികം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇതിൽ ഈ ഒരു ക്ലീൻ അപ്പ് എന്ന് പറഞ്ഞൊരു ഫീച്ചറും കൂടെ ഞാൻ പറഞ്ഞുതരാം. കാരണം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള കുറച്ച് ഫീച്ചേഴ്സൊക്കെ പെയ്ഡ് ആണ്. സോ ഈ ഒരു ഫീച്ചർ പറഞ്ഞാൽ നിങ്ങളുടെ ഇമേജസിലുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. സോ ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒരു ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. സോ ഇപ്പോൾ ഈ ഒരു തംബ്നെയിൽ ഞാൻ ഇതിലേക്ക് എടുത്തു പോയിരിക്കാം. സോ എനിക്ക് ഈ ഒരു ഫോട്ടോ വേണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതേപോലെ ഡ്രോ ചെയ്ത് കൊടുക്കുക. നമുക്കിവിടെ ക്ലീൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ക്ലീൻ കൊടുക്കുന്ന സമയത്ത് ഇതേപോലെ പ്രോസസ് ആവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് ആ ഒരു സംഭവം എടുത്ത് പോയി കിട്ടിയിട്ടുണ്ട്, മനസ്സിലായില്ലേ. സോ നിങ്ങളൊരു പോസ്റ്റേഴ്സോ അല്ലെങ്കിൽ വീഡിയോസോ ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളെടുത്ത ഫോട്ടോയുടെ തന്നെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് വളരെ സിമ്പിളായിട്ട് തന്നെ റിമൂവ് ചെയ്ത് സെറ്റ് ആക്കാൻ പറ്റും. ഓക്കെ, സോ ഇത്രയും ടൂൾസാണ് നമുക്ക് ഇതിൽ ഫ്രീ ആയിട്ടുള്ളത്. മുമ്പ് ഇതിൽ ഇതൊക്കെ ഫ്രീ ആയിരുന്നു, ഈ ഒരു സംഭവങ്ങളൊക്കെ ഫ്രീ ആയിരുന്നു. ഇപ്പം അപ്ഗ്രേഡ് കാണിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നമ്മളിവിടെ ആഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇതൊക്കെ ഉണ്ടല്ലേ, അപ്ഗ്രേഡ് ടു പ്രോ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഇവർ തുടങ്ങിയ സമയത്ത് ഇതൊക്കെ ഈ ഒരു ഫീച്ചേഴ്സൊക്കെ ഫ്രീ ആയിരുന്നു. സോ നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റ് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ, അതായത് ഈ ഒരു വീഡിയോയുടെ കമൻറ്റിൽ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുക.
സോ നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത വെബ്സൈറ്റിലേക്ക് പോവുക. അടുത്ത വെബ്സൈറ്റ് പറയുന്നത് സ്നാപ്പ് എഡിറ്റ് ആണ്. സോ ഈ ഒരു സ്നാപ്പ് എഡിറ്റിൻ്റെ ആപ്ലിക്കേഷനും ഉണ്ട്. ആപ്ലിക്കേഷൻ്റെ വീഡിയോ ഞാൻ അതായത് ലേറ്റസ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു വീഡിയോയുടെ ലിങ്ക് വന്ന് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, അതുപോലെ ഐ ബട്ടണിലും ഉണ്ടാവും. സോ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. സോ ഇതിലും നമുക്ക് നേരത്തെ വെബ്സൈറ്റിലുള്ള ഫീച്ചേഴ്സ് തന്നെയാണ് ഇതിലും ഉള്ളത്. സോ ആൾട്ടർനേറ്റീവ് വെബ്സൈറ്റ്സ് ഉണ്ട്, അതായത് ഒരു വെബ്സൈറ്റ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു വെബ്സൈറ്റ് യൂസ് ചെയ്യാൻ പറ്റും. ഇതിലും നമുക്ക് റിമൂവ് ഒബ്ജക്ട്സ് ഉണ്ട്, റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, എൻഹാൻസ് ഫോട്ടോ ഉണ്ട്, അതുപോലെ നമ്മൾ പഴയ ഫോട്ടോസ് റീസ്റ്റോർ ചെയ്യാൻ പറ്റും, അതേപോലെ ഓട്ടോ ലൈറ്റ്, അങ്ങനെ കുറേ അധികം ഓപ്ഷൻസ് ഇതിലും ഉണ്ട്. സോ ഇതെല്ലാം ഇതിൻ്റെ ആപ്ലിക്കേഷൻസിലും ഉണ്ട്. സോ ഇതും ഒരു പെയ്ഡ് വെബ്സൈറ്റ് ആണ്. അതായത് ചില ഫീച്ചേഴ്സ് മാത്രം പെയ്ഡ് ആയിരിക്കും, ബാക്കിയൊക്കെ നിങ്ങൾക്ക് നോർമലായിട്ട് യൂസ് ചെയ്യാനും പറ്റും. സോ നമുക്ക് റിമൂവ് ഒബ്ജക്ട്സിലേക്ക് തന്നെ പോവുക. അപ്ലോഡ് ഫോട്ടോ എടുക്കുകയാണ്. അപ്ലോഡ് ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫോട്ടോ ഒന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഈ ഒരു ഫോട്ടോ തന്നെയാണ് എടുക്കുന്നത്. നേരത്തെ പോലെ തന്നെ സെയിം ഇതേപോലെ ഡ്രോ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് ഇതേപോലെ ഡ്രോ ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഇതാ റിമൂവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇതാ നേരത്തേനെക്കാട്ടിയും കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ റിമൂവ് ആയി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഓട്ടോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു പേഴ്സൺ, അതായത് നിങ്ങളുടെ ഫോട്ടോത്തിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ആളുകൾ വന്നിട്ടുണ്ട്, നിങ്ങളൊരു ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയയിൽ നിന്നാണ് ഫോട്ടോ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളെ കൂടാണ്ട് ബാക്കിയുള്ള ആളുകളുണ്ടോ, അത് നമുക്ക് ഈ യൂസ് ചെയ്തിട്ട് വളരെ സിമ്പിളായിട്ട് സെലക്ട് ചെയ്യുക. റിമൂവ് കൊടുക്കുന്ന സമയത്ത് ഈ ഒരാൾ ഇപ്പോൾ ഇവിടുന്ന് കറക്റ്റായിട്ട് റിമൂവ് ആയി കിട്ടും. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഈ ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് വളരെ സിമ്പിളായിട്ട് ബ്രഷ് ഓൺ ചെയ്യാണ്ട് തന്നെ ആളുകളെയൊക്കെ ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, സോ അതുപോലെ തന്നെ അടുത്തൊരു ഫീച്ചറാണ് ഇതിൽ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. എല്ലാ ബാക്ക്ഗ്രൗണ്ട് റിമൂവിങ് പോലെ തന്നെ നമ്മൾ ഫോട്ടോസിലുള്ള ബാക്ക്ഗ്രൗണ്ട് വളരെ സിമ്പിളായിട്ട് തന്നെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ റിമൂവ് ആയി കിട്ടിയിട്ടുണ്ട്. സോ അടുത്തത് പറഞ്ഞാൽ എൻഹാൻസ് ഫോട്ടോ. സോ ഇത് ഞാൻ വേഗം പറയുന്നത് എന്താ വെച്ചാൽ ഇതൊക്കെ ഓൾറെഡി, അതായത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, അതുപോലെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല, ജസ്റ്റ് ക്ലിക്സ് മാത്രമായിട്ട് പോവുകയുള്ളൂ. ഓക്കെ, ഇപ്പോൾ എൻഹാൻസിങ് ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഇതായിരിക്കും ഇതിൻ്റെ ബിഫോർ, ഇത് ആഫ്റ്റർ. ഇതിൽ നമുക്ക് 2x 4x ഇത്രയും ക്ലാരിറ്റിയോടൊക്കെ ചെയ്യാൻ പറ്റും. അത് നമുക്ക് പെയ്ഡാണ്, പൈസ കൊടുത്താൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. സോ നമുക്ക് 2x തന്നെ അത്യാവശ്യം ഒരു ക്വാളിറ്റി നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, സോ നമുക്ക് ഇവിടുന്ന് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനും പറ്റും. സോ ഇനിയും ഇതുപോലെ കുറേയധികം ഫീച്ചേഴ്സ് ഉണ്ട്. റിമൂവ് ടെക്സ്റ്റ്, അതേപോലെ നിങ്ങൾ ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് ഇതേപോലെ വയേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഫോട്ടോസിൽ ഇതേപോലെ വയേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതും ജസ്റ്റ് 1 ക്ലിക്കിൽ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റിയ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതിൽ ഓട്ടോ റീലൈറ്റ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ഫോട്ടോസിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമുക്ക് ലൈറ്റിങ് കൊണ്ടുവരാൻ പറ്റും. സോ ഇതാണ് നമ്മുടെ ബിഫോർ ഇമേജ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ആഫ്റ്റർ ഇമേജ്, ആ ഒരു ഫേസിൻ്റെ ആ ഒരു പോർഷനിൽ വന്നിട്ട് കുറച്ച് ലൈറ്റിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. ഇതിപ്പോൾ ഒരു വാം ടോണിലാണ് വന്നിട്ടുള്ളത്. നമുക്ക് കൂൾ ടോണിലേക്ക് മാറ്റാൻ പറ്റും. അത് 2 ടോണാണുള്ളത്, വാം, കൂള്. ദെൻ നമുക്ക് ഇവിടെ ഇൻറ്റൻസിറ്റി കുറക്കാനും കൂട്ടാനൊക്കെയുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും ഇവിടെ നിന്ന് നമുക്ക് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനും പറ്റും. അപ്പോൾ ഈ ഒരു ഫീച്ചേഴ്സൊക്കെ ഇതിൻ്റെ ആപ്ലിക്കേഷനിലും ഉണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. സോ നമുക്കിവിടെ ഒരു സ്കൈ ചേഞ്ചർ എന്ന് പറഞ്ഞ ഓപ്ഷനും കൂടി ഉണ്ട്. അതും കൂടി ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നമ്മളൊരു സ്കൈ ഉള്ളൊരു ഇമേജ് വന്ന് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. സോ നമ്മുടെ ഒറിജിനൽ ഫോട്ടോ എന്ന് പറയുന്നത് ഇതാണ് അതിൻ്റെ സ്കൈ എന്ന് പറയുന്നത്. നമ്മൾ സ്കൈ ചേഞ്ച് ചെയ്തതാണ്, നമുക്ക് ഈ ഒരു സ്കൈ ആക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിലുള്ള പല സ്കൈയും നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. കണ്ടില്ലേ? ജസ്റ്റ് 1 ക്ലിക്കിൽ നമുക്ക് ഇതേപോലെ പല സ്കൈയും ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്കൈ, ഇപ്പോൾ ഈ ഒരു ഫോട്ടോക്ക് ഈ ഒരു സ്കൈ സ്യൂട്ടബിൾ ആയതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇതാണ് സ്യൂട്ടബിൾ തോന്നുന്നെങ്കിൽ ഇത് ചൂസ് ചെയ്യുക. ഓക്കെ, അങ്ങനെ പല രീതിക്ക് നിങ്ങൾക്ക് സ്കൈ റീപ്ലേസ് ചെയ്യാൻ പറ്റും ജസ്റ്റ് യൂസിങ് AI. സോ ഇപ്പോൾ എല്ലാ സ്കൈയും എല്ലാ ഫോട്ടോത്തിനും ഈ ഒരു സ്കൈ ഈ ഒരു ഫോട്ടോത്തിന് ചിലപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. സോ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യുക. ഇവിടുന്ന് ഈസി ആയിട്ട് ഡൗൺലോഡും ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇത്രയാണ് നമ്മളെ രണ്ടാമത്തെ വെബ്സൈറ്റിൽ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നത്. ഇനിയും കുറേയധികം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതൊക്കെ നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. സോ നമുക്ക് അടുത്തൊരു വെബ്സൈറ്റിലേക്ക് പോവാം. അടുത്തൊരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഇതാണ്. അടുത്തൊരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഇതും നമ്മളൊരു ഇമേജ് എഡിറ്റിംഗ് ടൂൾ തന്നെയാണ്. നമുക്ക് AI യൂസ് ചെയ്തിട്ട് പല കാര്യങ്ങളും നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ ചെയ്യാൻ പറ്റും. നമ്മൾ നോക്കുന്ന സമയത്ത് എഡിറ്റ് ഫോട്ടോ ഉണ്ട്, AI ഫോട്ടോ എഡിറ്റർ, AI ഇമേജ് ജനറേറ്റർ, അങ്ങനെ കുറേ അധികം ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. സോ നമുക്കിതിലിപ്പം AI ഫോട്ടോ എഡിറ്റർ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്ന് തന്നെ ചെയ്യാൻ പറ്റും. നേരത്തെ പോലെ സെപ്പറേറ്റ് അല്ല. നമ്മളിപ്പോൾ ഒരു ഇമേജ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, അപ്പോൾ ഞാൻ ഇപ്പോൾ വന്ന് ഈ ഒരു ഇമേജ് തന്നെ ആഡ് ചെയ്യാം. സോ ഇപ്പോൾ ഈ ഒരു ഇമേജ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ഇമേജിൻ്റെ എൻഹാൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ എൻഹാൻസ് ചെയ്യാൻ പറ്റും. അതേപോലെ ഒന്നും കൂടെ ഒന്ന് അപ്സ്കെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ അപ്സ്കെയിൽ ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? സോ നമുക്കിവിടെ മാജിക് എറേസർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതും നമ്മൾ നേരത്തെ പോലെ തന്നെ നമ്മുടെ ഫോട്ടോസിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് റിമൂവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. ഇതൊക്കെ ഇപ്പം എല്ലായിടത്തും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ പോസ്റ്റേഴ്സൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് യൂസ് ചെയ്യാൻ പറ്റും.
സോ നമുക്കിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ എന്തായിട്ടുണ്ട്, ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി കിട്ടിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇനി ഷാഡോസ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഇവിടുന്ന് അപ്ലൈ ചെയ്യാൻ പറ്റും. സോ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ഓപ്ഷൻസ് ഒക്കെ നോക്കിയിട്ടുണ്ട്. സോ നമ്മൾ ബാക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കുറേ അധികം ഓപ്ഷൻസ് എന്നും ഉണ്ട്. അതായത് ഇമേജ് ജനറേറ്റർ, ഹെഡ് ഷോട്ട്, ഫിൽറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞ് കുറേ അധികം ഓപ്ഷൻസ് എന്നും ഉണ്ട്. സോ ഇതിൽ ചിലതൊക്കെ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതേവിടെ അപ്ഗ്രേഡ് പ്രോ എന്നുണ്ട്. നമുക്ക് ചില ഫീച്ചേഴ്സൊക്കെ പെയ്ഡ് ആയിട്ടാണ് യൂസ് ചെയ്യാൻ പറ്റുക. ബാക്കിയുള്ള കുറേയധികം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്കിതിൽ യൂസ് ചെയ്യാൻ പറ്റും. സോ ഇതിൽ ഈ കളറൈസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലൊരു ഓപ്ഷൻ ആയിരിക്കും വരിക. ഇത് പറഞ്ഞാൽ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ഉണ്ടെങ്കിൽ ഇവർ ഓട്ടോമാറ്റിക്കായിട്ട് കളർ ചെയ്ത് കാണിച്ചു തരും. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എക്സാമ്പിൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടാവും. വളരെ സിമ്പിളായിട്ട് നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ് ഇവിടെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടുന്ന് ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഈസി ആയിട്ട് അത് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതുപോലുള്ള കുറേയധികം ഫീച്ചേഴ്സാണ് ഈ ഒരു വെബ്സൈറ്റിലുള്ളത്. സോ ഈ ഒരു 3 വെബ്സൈറ്റ് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അതായത് ഒരു വെബ്സൈറ്റ് എന്തെങ്കിലും ലോഡിംഗ് ഇഷ്യൂ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്തൊരു വെബ്സൈറ്റ് യൂസ് ചെയ്യുക. അതായത് ആൾട്ടർനേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. സോ നിങ്ങളൊരു വീഡിയോ എഡിറ്റർ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫോട്ടോ എഡിറ്റർ ആണ്, അല്ലെങ്കിൽ ഒരു ഡിസൈനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ട പോലെ നിങ്ങളുടെ ഡിസൈനർ അല്ലെങ്കിൽ വീഡിയോ എഡിറ്ററായ ചങ്കിന് ഈ ഒരു വീഡിയോ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. സോ ഇനി ഇതേപോലെ എഡിറ്റിംഗ് വീഡിയോസ് അല്ലെങ്കിൽ ഇതുപോലെ വെബ്സൈറ്റ്സും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ബൈ.